ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജിയോ ഓഫ് ഗുഡ് ന്യൂസ് ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം യെശയ്യാവ് 1:28 വാക്യമാണ്. യഹോവയെ ഉപേക്ഷിക്കുന്നവർ മുടിഞ്ഞു പോകും. ഇത് ഒരു ശാപവാർത്തയായിട്ടല്ല ഇത് പറയുന്നത്, ഒരു യാഥാർത്ഥ്യമായിട്ടാണ് ഇതവിടെ പറയുന്നത്. കാരണം ഇത് ദൈവത്തെ വിട്ട് ഒരു മനുഷ്യൻ, അവൻ ദൈവത്തെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അതൊരു നാശത്തിലേക്കുള്ള യാത്രയാണ് എന്നുള്ളതാണ്. അത് വെളിച്ചത്തിൽ നിന്ന് ഇരുളിലേക്ക് പോകുന്ന ഒരു രീതിയാണത്. അവനെ അവിശ്വാസമുള്ള ഒരു ദുഷ്ടൻ്റെ ഹൃദയം ഉണ്ടായിക്കഴിഞ്ഞു. അവൻ്റെ ജീവിതത്തിൽ ചെറിയ കുഴപ്പങ്ങൾ നേരിട്ടപ്പോൾ, ചില പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ, ചില സങ്കടങ്ങൾ വന്നപ്പോൾ അവൻ തീരുമാനം എടുക്കുകയാണ്, ഈ ദൈവത്തെ എനിക്ക് വേണ്ട എന്ന് അവരുടെ നിലപാടുകൾ എടുക്കുമ്പോൾ അവന് സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വലിയ മൂല്യച്യുതിയാണ്. അവൻ വെളിച്ചം വിട്ട് ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമായിട്ടുള്ള ഉടമ്പടി അവൻ ലംഘിക്കുമ്പോൾ അവൻ സത്യം വിട്ട് തെറ്റുകയാണ്. അവൻ അനീതിയിലേക്ക് നീങ്ങുന്നു, അവൻ്റെ ഹൃദയം കഠിനപ്പെടുന്നു, അവൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നു. എല്ലാ നിലയിലും അവന് തകർച്ച തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് യഹോവയെ ഉപേക്ഷിക്കുന്നവർ മുടിഞ്ഞു പോകുമെന്ന് പറയുന്നത്. യാഥാർത്ഥ്യ ലക്ഷ്യങ്ങളിൽ നിന്ന് അവർ മിഥ്യമായ ധാരണകളിലേക്ക് പോകുന്നു, വിഗ്രഹാരാധനയിലേക്ക് തിരിയുന്നു, അനീതിയിലേക്ക് തിരിയുന്നു. അവരുടെ ജീവിതം എന്നും നാശത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത് യഹോവയെ ഉപേക്ഷിക്കുന്നവർ മുടിഞ്ഞു പോകും. അതെ, ജീവനുള്ള ദൈവത്തെ വിട്ട് അവർ ജീവനില്ലാത്തവയിലേക്ക് തിരിയുന്ന ഒരവസ്ഥയാണ് പിന്നീട് സംഭവിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുകയാണ്, അതിൻ്റെ താഴെയുള്ള വാക്യങ്ങൾ പറയുകയാണ്, അവൻ്റെ ബലം ചണനാര് പോലെയാകുന്നു, അത് വെന്തു പോകും. കൊക്കും മീവൽ പക്ഷിയും തൻ്റെ മടങ്ങി വരവിനുള്ള കാലം അന്വേഷിക്കുന്ന ഈ സമയത്ത് പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇന്ന് നീ കർത്താവിനെ ഉപേക്ഷിക്കുവാൻ ഹൃദയത്തിൽ തീരുമാനമെടുത്തൊരു വ്യക്തിയാണോ? എന്നാൽ തിരുവെഴുത്ത് നിന്നെ ഉത്ബോധിപ്പിക്കുന്നു, നീ മടങ്ങി വരിക, നീ മാനസാന്തരപ്പെടുക. കാരണം ജീവനുള്ള ഉറവയെ വിട്ടിട്ട് നിനക്ക് രക്ഷപ്പെടുവാനുള്ള യാതൊരു അവസരവും ഈ ഭൂമിയിൽ എങ്ങുമില്ല എന്ന് നീ ഓർത്തുകൊള്ളണം. സത്യദൈവത്തെ വിട്ടിട്ട് നിനക്ക് എവിടെ പോയി രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും? അതെ, സത്യദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവെ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. പിന്മാറ്റത്തിലേക്ക് പോകുന്ന ഏതെങ്കിലും ജീവിതങ്ങൾ ഇന്ന് ഈ വചനത്തെ കേൾക്കുന്നുണ്ടെങ്കിൽ മടങ്ങി വരുവാൻ തക്കണം കർത്താവ് ഇടവരുത്തണമേ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്താട് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.